ശഅബാൻ മാസം 15 കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാമോ എന്ന ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. അങ്ങനെ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം ശഅബാൻ 15 ആയി കഴിഞ്ഞാൽ ഇദന്തസഫ ശഅബാൻ ഫലാ തസൂമു എന്ന അർത്ഥത്തിലുള്ള ഹദീസ് വന്നതുകൊണ്ടാണ്. ശഅബാൻ 15 ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ വന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംശയം പലരും ഉന്നയിക്കാറുള്ളത്. അതുകൊണ്ട് ആ ഹദീസ് സഹീഹാണ്, സ്വീകാര്യയോഗ്യമായ പ്രമാണയോഗ്യമായ ഹദീസാണ്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ശഅബാനിൽ പൊതുവേ സ്ഥിരമായി സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന ആളുകൾ എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ അഥവാ അയ്യാമുൽ ബീള് എന്നറിയപ്പെടുന്ന പൂർണ്ണ നിലാവുള്ള രാത്രികളുള്ള അതിൻ്റെ പകലുകളിൽ നോമ്പെടുക്കുന്നവർ, അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നവർ, അല്ലെങ്കിൽ ഒന്നിടപെട്ട് സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിലക്ക് ബാധകമല്ല. ആദ്യമായിട്ട് ഒരാൾ സുന്നത്ത് നോമ്പ് ആരംഭിക്കുന്നത് ശഅബാൻ 15 ശേഷമാണെങ്കിലാണ് അതാണ് വിലക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ശഅബാൻ 15 ശേഷമാണ് അവർക്ക് സൗകര്യം ലഭിച്ചത് എങ്കിൽ അങ്ങനെയുള്ളവർക്കും ആ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വിലക്കില്ല എന്നാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവീട്ടാം. നേരത്തെ നോമ്പനുഷ്ഠിച്ച് ശീലിച്ചവർ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാവുന്നതാണ് എന്നതാണ് പ്രബലമായ വീക്ഷണം. അല്ലാഹു അലം.